Accountancy Chapter 2 Accounting for Partnership Basic Concepts. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പാർട്ട്നേഴ്സിന് സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണെന്നും അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. രണ്ട് മെത്തേഡ് അനുസരിച്ച് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് വൺ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, സെക്കൻഡ് വൺ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിലൂടെ പഠിക്കാം. പുതിയ ചാപ്റ്റർ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നായിരിക്കണം എഴുതി തുടങ്ങേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതി NCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 104 എക്സസൈസ് 2 എന്നെഴുതാം. അതിനുശേഷം അതിൻ്റെ സൊല്യൂഷൻ എഴുതാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. അനൂപ ആൻഡ് കാജൽ ആർ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. അപ്പോൾ ഇവിടെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ രണ്ട് പാർട്ട്നേഴ്സാണ് വരുന്നത്, അനൂപ ആൻഡ് കാജൽ. നമുക്കറിയാം ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് വരുമ്പോൾ പ്രോഫിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ എങ്ങനെ വേണമെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നത്, ഈക്വൽ റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഏത് റേഷ്യോയിലാണ്? 2:1 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പോൾ 2:1 എന്ന് പറയുമ്പോൾ അതിൽ 2 എന്ന് പറയുന്നത് ആരുടെ ആയിരിക്കും? ആദ്യത്തെ ആളുടെ, അനൂപ. 1 എന്ന് പറയുന്നത് കാജൽ. അപ്പോൾ ഇവിടെ അനൂപയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 2/3. ഈ 3 എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? 2:1 എന്നുള്ളത് തന്നിരിക്കുന്നത്. അപ്പോൾ 2 + 1 അങ്ങനെയാണ് 3 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3ൽ 2 ഭാഗം അനൂപ. ഇനി കാജലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റോ 1/3, അതായത് 3ൽ 1 ഭാഗം കാജലിന്. Their capitals were 90,000 and ₹60,000. അവരുടെ ക്യാപിറ്റൽ എത്രയാണ് തന്നിരിക്കുന്നത്? അനൂപയുടെ 90,000, കാജൽ 60,000. അപ്പോൾ ഇവിടെ എമൗണ്ടുകൾ തരുമ്പോൾ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ തരുമ്പോൾ ആദ്യം തരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആദ്യത്തെ ആളുടെ ആയിരിക്കും. രണ്ടാമത് തരുന്നത് രണ്ടാമത്തെ ആളുടെ. പേര് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആളുടെ ക്യാപിറ്റൽ, അനൂപയുടെ ക്യാപിറ്റൽ 90,000, കാജലിൻ്റെ ക്യാപിറ്റൽ 60,000. പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ വേർ ₹45,000. അതായത് പാർട്ട്ണർഷിപ്പ് ഫേം അവരുടെ ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലെസ് അക്കൗണ്ടും പ്രോഫിറ്റ് ലെസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 45,000. അക്കോർഡിംഗ് ടു പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അവർ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് പറഞ്ഞതനുസരിച്ച് ബോത്ത് പാർട്ട്നേഴ്സ് ആർ അലൗഡ് സാലറി ₹700 per month ടു അനൂപ ആൻഡ് ₹500 per month ടു കാജൽ. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ രണ്ട് പാർട്ട്നേഴ്സിനും സാലറി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അലൗ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം അനൂപയ്ക്ക് കൊടുക്കുന്ന സാലറി എത്രയാണ്? 700 per month, ഓരോ മാസവും 700. കാജലിന് എത്രയാണ്? 500 per month, ഓരോ മാസം 500 രൂപ വെച്ച് കൊടുക്കണം. ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 5% per annum. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ രണ്ട് പേർക്കും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 5% ആണ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് രണ്ട് പേരുടെയും ക്യാപിറ്റൽ വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യുന്നത്. The drawings at the end of the period were ₹8,500 for Anuba and ₹6,500 for Kajal. അപ്പോൾ ഓരോരുത്തരുടെയും ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. അനൂപയുടെ 8,500, കാജലിൻ്റെ 6,500. ഇൻട്രസ്റ്റ് ഈസ് ടു ബി ചാർജ് അറ്റ് ദ റേറ്റ് ഓഫ് 5% per annum ഓൺ ഡ്രോയിങ്സ്. ആ ഡ്രോയിങ്സിന് ഫേമിലേക്ക് പാർട്ട്നേഴ്സ് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണ്? 5% ആണ്. Prepare partners capital account assuming that the capital accounts are fluctuating. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആരുടെ പേരിലേക്കാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്? അനൂപ ആൻഡ് കാജൽ.
ഇപ്പോൾ 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇവിടെ ഏത് മെത്തേഡ് അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഏത് മെത്തേഡാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് വേണം ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുക്കണം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അതിൻ്റെ താഴെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. സാധാരണ കേസിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് തരാറുണ്ട്. സോൾ ട്രേഡഡ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെൻറ്റും തരാറുണ്ട്. ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസോ അഡ്ജസ്റ്റ്മെൻറ്റുകളോ ഒന്നും തന്നിട്ടില്ല. അതിൽ തരാറുള്ള കുറച്ച് ഐറ്റംസ് മാത്രം ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകം എടുത്ത് തന്നിരിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെൻറ്റും തരാറുണ്ട്. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ട്രയൽ ബാലൻസിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഭാഗം മാത്രം എടുത്ത് നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സിനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ഇത്രയും ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതണം? അഹൂജാസ് ക്യാപിറ്റൽ എന്ന് എഴുതി ഓപ്പണിംഗ് ബാലൻസ് എഴുതും. അതിൻ്റെ കൂടെ പ്രോഫിറ്റും അഡീഷണൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ആഡ് ചെയ്യും, ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലെസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇങ്ങനെ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നതിന് പകരമാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുത്തു കഴിഞ്ഞു. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഫോർമാറ്റൊക്കെ സാധാരണ ലെഡ്ജർ അക്കൗണ്ട്സ് വരയ്ക്കുന്ന പോലെയാണ്. അതിൽ ഡേറ്റും ലെഡ്ജർ ഫോളിയും നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുകയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡ് എന്നുള്ളതിന് ഡെപ്റ്റർ എന്ന് എഴുതുന്നു, ക്രെഡിറ്റ് സൈഡ് എന്നുള്ളതിന് ക്രെഡിറ്റ് എന്ന് എഴുതുന്നു. ഇനി കോളംസ് ഏതൊക്കെയാണ്? പർട്ടിക്കുലേഴ്സ്. എമൗണ്ട് കോളം കൊടുക്കുമ്പോൾ 2 പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് 2 എമൗണ്ട് കോളം കൊടുക്കാം. ക്രെഡിറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ പർട്ടിക്കുലേഴ്സ്, 2 പാർട്ട്നേഴ്സ് ഉള്ള കാരണം കൊണ്ട് 2 എമൗണ്ട് കോളം കൊടുക്കാം. ബാലൻസ് ഷീറ്റിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എഴുതും. അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം എഴുതാം. ബാലൻസ് ബ്രോഡ് ഡൗൺ. അനൂപയുടെ ക്യാപിറ്റൽ എത്രയാണ്? 90,000. കാജൽ 60,000. ഇനി എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ അതിനു മുമ്പ് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? പ്രോഫിറ്റ്, അഡീഷണൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ. ലെസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഒരു പ്രോബ്ലത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ല, ചിലത് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കതിൽ ആ ക്വസ്റ്റിൻ്റെ ഓർഡറിൽ തന്നെ ഓരോ ഐറ്റം ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് നോക്കി എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൽ ക്യാപിറ്റൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നോക്കി നോക്കാം. ദ പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ വേർ ₹45,000. അപ്പോൾ അവരുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതനുസരിച്ച് ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 45,000 ആണ്. പ്രോഫിറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കും. ഇവരുടെ എഗ്രിമെൻ്റ് അനുസരിച്ച് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് ഇവർ ഷെയർ ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? 2:1 എന്നുള്ള റേഷ്യോയിലാണ്. അതായത് 45,000-ൻ്റെ 2/3 അനൂപയ്ക്ക് കൊടുക്കുന്നു, 45,000-ൻ്റെ 1/3 കാജലിന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് എന്താ ചെയ്യാറ്? ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്രെഡിറ്റ് സൈഡിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് അനൂപ 30,000, കാജൽ 15,000. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ
സൈഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് വർക്കിംഗ് നോട്ടിൽ എഴുതാം. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസും ഷെയർ ഓഫ് പ്രോഫിറ്റും എങ്ങനെയാണ് എഴുതിയെന്നുള്ളത് മനസ്സിലായി കാണും. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു പാർട്ട്ണർഷിപ്പ് ഡീഡ് ബോത്ത് പാർട്ട്നേഴ്സ് ആർ അലൗഡ് സാലറി ₹700 per month to Anuba and ₹500 per month to Kajal. അപ്പോൾ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് 2 പേർക്കും പാർട്ട്നേഴ്സിൻ്റെ സാലറി കൊടുക്കുന്നുണ്ട്. എത്രയാണ്? അനൂപയ്ക്ക് എത്രയാണ്? 700 per month ആണ്. കാജലിന് വരുന്നത് 500 per month ആണ്. അപ്പോൾ ഇതിനെ പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുമ്പോൾ അതിനെ വിളിക്കുക പാർട്ട്നേഴ്സ് സാലറി എന്നാണ് വിളിക്കുക. അപ്പോൾ സാലറി എന്ത് ചെയ്യണം? ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് സാലറി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അനൂപയ്ക്ക് പറഞ്ഞിരിക്കുന്നത് 700 per month എന്നാണ്. നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വർഷത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സാലറി എഴുതുമ്പോൾ ഒരു വർഷത്തെ സാലറി ആയിരിക്കണം എഴുതേണ്ടത്. അതായത് 700 × 12 8,400. കാജലിന് എത്രയാണ് കൊടുക്കുന്നത്? 500 per month. അപ്പോൾ 500 × 12. അപ്പോൾ പാർട്ട്നേഴ്സ് സാലറി അനൂപ 8,400, കാജൽ 6,000. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 5% per annum. അപ്പോൾ അവരുടെ ക്യാപിറ്റലിന് 5% വെച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ സംശയം ഏത് എമൗണ്ടുമേ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം അവരുടെ ക്യാപിറ്റൽ ഓപ്പണിംഗ് ഡേറ്റ് മുതലുണ്ട്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് ഡേറ്റ് മുതൽ കൊടുക്കണം? ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ആ ഒരു ഇയർ കഴിയുന്നത് വരെ, അതായത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏത് ക്യാപിറ്റൽ നമ്മളെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആ ഓപ്പണിംഗ് മുതലുള്ള അവരുടെ ക്യാപിറ്റൽ എത്രയാണ്? അനൂപയുടെ ക്യാപിറ്റൽ 90,000, കാജലിൻ്റെ ക്യാപിറ്റൽ 60,000. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോക്കി നോക്കാം. അനൂപയുടെ 90,000 ആണല്ലോ. 90,000 × 5% 4,500. കാജലിൻ്റെ 60,000 × 5% 3,000. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലുകളായിരിക്കണം. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എന്നാണോ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റും കൊടുത്തിരിക്കണം. ഈ പ്രോബ്ലത്തിൽ അഡീഷണൽ ക്യാപിറ്റലൊന്നുമില്ല, ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റലിന് മാത്രം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് വൺ, ദ ഡ്രോയിങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് വേർ 8,500 ഫോർ അനൂപ ആൻഡ് 6,500 ഫോർ കാജൽ. ഇവിടെ ഈ അക്കാഡമിക് ഇയറിൽ ഈ ഇയറിൽ ഫിനാൻഷ്യൽ ഇയറിൽ അനൂപ എത്ര പേഴ്സണൽ പർപ്പസിന് വേണ്ടി എത്ര രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്? 8,500. കാജൽ എത്രയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്? 6,500. നമുക്കറിയാം പേഴ്സണൽ പർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്ന് പറയുന്നു. അത് ബാലൻസ് ഷീറ്റിൽ എന്താ ചെയ്യാറ്? ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടെ എഴുതണം? ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് അനൂപ 8,500, കാജൽ 6,500. Next one, interest is to be charged at the rate of 5% per annum on drawings. ഡ്രോയിങ്സും എത്ര രൂപ വെച്ച് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? 5% വെച്ചാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് എമൗണ്ട് നമ്മളെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അവർ വിഡ്രോ ചെയ്ത എമൗണ്ട് എത്രയാണോ അത് നമ്മളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എവിടെ എഴുതാറ്? ക്യാപിറ്റലിൽ നിന്നും ലെസ് ആണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ എവിടെ എഴുതണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 425, കാജൽ 325. ഇതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 8,500 × 5%, 425, 6,500 × 5%, 325. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതനുസരിച്ച് എല്ലാ ഐറ്റം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് തരാത്തത് ഏതൊക്കെയാണ്? പാർട്ട്നേഴ്സ് കമ്മീഷനെ കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അഡീഷണൽ ക്യാപിറ്റലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതായത് ഈ വർഷം അവിടെ പാർട്ട്നേഴ്സിന് കമ്മീഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവർക്ക് അലോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഇൻട്രസ്റ്റ്, പാർട്ട്നേഴ്സ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ അവർ പേഴ്സണൽ പർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്തിട്ടുണ്ട്, ഡ്രോയിങ്സും ഇൻട്രസ്റ്റും ചാർജ് ചെയ്തിട്ടുണ്ട്.
ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അവർക്ക് നെറ്റ് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ച് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സാധാരണ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ ബാലൻസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് അനൂപയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ അനൂപയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്തു? അനൂപയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ടോട്ടൽ എത്രയാണെന്ന് നോക്കി. എത്രയാണ് ടോട്ടൽ? 1,32,900. ഇനി അനൂപയുടെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അതെന്ത് ചെയ്യണം? ഈ ക്രെഡിറ്റ് 1,32,900 നിന്നും ലെസ് ചെയ്യണം. അപ്പോൾ എത്രയാണ് ബാലൻസ് കിട്ടിയിരിക്കുന്നത്? 1,23,975. ഇതിന് നമ്മളിവിടെ ഇതിൻ്റെ നേരെ എന്ത് എഴുതും? ബാലൻസ് ക്യാരി ഡൗൺ. ഇതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ക്ലോസിംഗ് ക്യാപിറ്റലിനെയാണ്. അപ്പോൾ അനൂപയുടെ ഈ വർഷത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1,23,975. അപ്പോൾ ആദ്യത്തെ ആളുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആളുടെ അക്കൗണ്ട് കാജലിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകൾ എത്രയാണെന്ന് വെച്ചാൽ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 84,000. ഇനി എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന എമൗണ്ട് ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ എത്രയാണ് ബാലൻസ് വരുന്നത്? 77,175. ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ ഇവിടെ കാജലിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 77,175. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഹൂജാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതേണ്ട എമൗണ്ട് എത്രയായിരിക്കണം? 1,23,975. കാജൽസ് ക്യാപിറ്റൽ 77,175. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണ്. ഫ്ലക്ച്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇതിന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയണമെന്ന് നോക്കി നോക്കാം. ഇവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുണ്ടായിരുന്ന ബാലൻസ് എത്രയായിരുന്നു? അനൂപയുടെ 90,000, കാജലിൻ്റെ 60,000. ആ വർഷം അവസാനിച്ചപ്പോൾ അനൂപയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയായിട്ട് മാറി? ബാലൻസ് എത്രയായിട്ട് മാറി? 1,23,975. അപ്പോൾ ഓപ്പണിങ്ങിലുണ്ടായിരുന്നത് 90,000 ആയിരുന്നു. ക്ലോസിങ്ങിലായപ്പോൾ അത് എത്രയായിട്ട് മാറി? 1,23,975. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലിലും ക്ലോസിംഗ് ക്യാപിറ്റലിലും ഫ്ലക്ച്വേഷൻ വന്നു, വേരിയേഷൻ വന്നു. അങ്ങനെ വേരിയേഷൻ വന്ന കാരണം കൊണ്ടാണ് ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ അനൂപയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റംസ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്? ആ വർഷം ആൾക്ക് കിട്ടിയിട്ടുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ്, പാർട്ട്നേഴ്സ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഈ 3 ഐറ്റംസ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വർഷം നടന്നിട്ടുള്ള ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഓപ്പണിംഗ് ക്യാപിറ്റലിലും ക്ലോസിംഗ് ക്യാപിറ്റലിലും ചേഞ്ച് വന്നിരിക്കുന്നത്. അങ്ങനെ ചേഞ്ച് വരുന്ന കാരണം കൊണ്ടാണ് ഈ മെത്തേഡിന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാജലിൻ്റെയും കാര്യം എടുക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 60,000 ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 77,175. ഇവിടെയും ക്യാപിറ്റലിൽ ചേഞ്ച് വന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഷെയർ ഓഫ് പ്രോഫിറ്റ്, പാർട്ട്നർ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലെസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മെത്തേഡിന് നമ്മൾ എന്ത് വിളിക്കും? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പാർട്ട്നേഴ്സിൻ്റെ പേരിൽ ഒരു അക്കൗണ്ടാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഏത് അക്കൗണ്ടാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം എന്തെഴുതുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതുന്നു. അതിനോടുകൂടി ആ വർഷം അവർക്ക് കിട്ടാനുള്ള എമൗണ്ടുകൾ ആഡ് ചെയ്യുന്നു. അവർ ഫേമിലേക്ക് കൊടുക്കാനുള്ള എമൗണ്ടുകൾ ലെസ് ചെയ്യുന്നു. അത് കിട്ടുന്ന ബാലൻസ് ക്ലോസിംഗ് ക്യാപിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതേ പ്രോബ്ലം തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന് ഹെഡിങ് കൊടുക്കുക. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും പേരിൽ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെക്കൻഡ് വൺ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങളിവിടെ ഹെഡിങ് കൊടുക്കുക ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്.
അതിൻ്റെ താഴെ 2 അക്കൗണ്ട് വരയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. അതിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പർട്ടിക്കുലേഴ്സ് 2 പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് 2 എമൗണ്ട് കോളം കൊടുക്കുക. ക്രെഡിറ്റ് സൈഡിൽ വീണ്ടും പർട്ടിക്കുലേഴ്സ് എമൗണ്ട് കോളം 2 കൊടുക്കുക. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് കൊടുത്താൽ മതി. 3-4 ലൈൻ വരാവുന്ന രീതിയിൽ അക്കൗണ്ട് വരച്ചാൽ മതി. കാരണം അതിനുള്ള ഐറ്റംസ് അതിൽ എൻ്റർ ചെയ്യാനുള്ളൂ. അതിൻ്റെ താഴെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. നേരത്തെ പറഞ്ഞല്ലോ ഓരോ പാർട്ട്നേഴ്സിൻ്റെ മേൽ 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം നമ്മളതിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന് ഹെഡിങ് കൊടുത്തു. അതിൻ്റെ താഴെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു. അതിൻ്റെ താഴെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതുക. ഇതിൻ്റെയും ഫോർമാറ്റൊക്കെ ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതുന്ന റൂൾസൊക്കെ ഒരുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ നിന്ന് എഴുതി, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് എഴുതി. അതിൻ്റെ താഴെ പർട്ടിക്കുലേഴ്സ് 2 പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് 2 എമൗണ്ട് കോളം കൊടുക്കുക. ക്രെഡിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് 2 പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് 2 എമൗണ്ട് കോളം കൊടുക്കാം. ഇനി ഐറ്റംസ് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് അതിൽ വ്യത്യാസം വരുന്നത് നോക്കാം. അപ്പോൾ ഈ 2 മെത്തേഡുകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മളിപ്പോൾ പഠിച്ചു. ഏതാ ഡിഫറൻസ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ഓരോ പാർട്ട്നേഴ്സിനും ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ. അതേത് അക്കൗണ്ടാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് 2 അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതേതാണൊക്കെയാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ഓപ്പണിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ അതിനോടുകൂടി ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം, അതിന് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നാണ് പറയാം. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഏത് അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അതുകൊണ്ടാണല്ലോ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരുന്നത്, വേരിയേഷൻ വരുന്നത്. അതേസമയം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമുക്കറിയാം 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഐറ്റംസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ ഏത് അക്കൗണ്ടിൽ എഴുതാവൂ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതാവൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നോക്കി നോക്കിയാൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് എടുത്തിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ അനൂപ 90,000, കാജൽ 60,000. ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതേണ്ടത് ഏത് അക്കൗണ്ടിലായിരിക്കണം? പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? ക്രെഡിറ്റ് സൈഡിലുള്ളത് ഏതൊക്കെയാണ്? ഷെയർ ഓഫ് പ്രോഫിറ്റ്, പാർട്ട്നേഴ്സ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് 3 കറൻറ്റ് അക്കൗണ്ടിൽ ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന അതേ ഐറ്റംസ് തന്നെയാണ് കറൻറ്റ് അക്കൗണ്ടിലും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. അതായത് പാർട്ട്നേഴ്സിന് കിട്ടാനുള്ള എമൗണ്ടുകളെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, പാർട്ട്നേഴ്സ് ഫേമിന് കൊടുക്കാനുള്ളതെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുക. അക്കൗണ്ടിൻ്റെ പേരിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഫ്ലക്ച്വേറ്റിംഗ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയ 3 അഡ്ജസ്റ്റ്മെൻറ്റ്സും കറൻറ്റ് അക്കൗണ്ടിൽ ഏത് സൈഡിൽ എഴുതി? ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി ഫ്ലക്ച്വേറ്റിംഗ് അനുസരിച്ച് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ 2 ഐറ്റം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് എവിടെ എഴുതണം? പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് എഴുതി കഴിഞ്ഞു. ഇനി ഇവിടെ ബാക്കി ഐറ്റംസുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കിവിടെ അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യാം. ആദ്യം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 90,000, 60,000. അപ്പോൾ ഇവിടെ നോക്കി നോക്കിയാൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ, ഫിക്സഡ് ആണ്, ഒരു വ്യത്യാസം വരുന്നില്ല. കാരണം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രിപ്പയർ ചെയ്താലുള്ള ഗുണം എന്താണ്? അവർ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
ഫ്ലക്ച്വേറ്റിംഗ് ആകുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല, കാരണം എല്ലാ വർഷവും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും, അഡ്ജസ്റ്റ്മെൻറ്റിലെ എമൗണ്ടുകളും വ്യത്യാസം വരും. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും വേരിയേഷൻ ഉണ്ടായിരിക്കും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ സ്റ്റാർട്ടിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കാരണം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഏത് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്? പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലേക്കാണ്. ഇനി പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനൂപയുടെ ക്രെഡിറ്റ് സൈഡിലുള്ള കോളം ആദ്യം ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 42,900. അതിൽ നിന്നും എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലുള്ള ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലെസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് ബാലൻസ് വരുന്നത്? 33,975. ഇവിടെ അതിന് നമ്മൾ എന്ത് എഴുതും? ബാലൻസ് ക്യാരി ഡൗൺ. ഇത് ഏത് ബാലൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് എന്നാണ് ഇതിനെ പറയുക. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്നല്ല പറയേണ്ടത്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലെ ബാലൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഇത് ഏത് സൈഡിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലാണല്ലോ കൂടുതൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബാലൻസിനെ ക്രെഡിറ്റ് ബാലൻസ് എന്നാണ് പറയുക. ഇനി അതുപോലെ തന്നെ കാജലിൻ്റെയും കോളം ബാലൻസ് ചെയ്യുക. ഇവിടെ ആദ്യം ടോട്ടൽ ചെയ്യുക, അതിൽ നിന്നും ഡെബിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലെസ് ചെയ്യുക. അപ്പോൾ ആളുടെ കറൻറ്റ് അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് എത്രയാണ്? 17,175. അപ്പോൾ കാജൽസ് കറൻറ്റ് അക്കൗണ്ടിലുള്ള ബാലൻസ് എത്രയാണ്? 17,175. ഇവിടെയും ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബാലൻസിന് എന്ത് വിളിക്കും? ക്രെഡിറ്റ് ബാലൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതാണ് എൻ്റർ ചെയ്യേണ്ടത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഏത് അക്കൗണ്ടിൽ എഴുതണം? പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഓരോ പാർട്ട്നേഴ്സിനും 2 അക്കൗണ്ട് വീതം ഉണ്ടായിരിക്കും. അതായത് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എന്നെഴുതി 2 പേരുടെയും ക്യാപിറ്റലിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതും. അനൂപ 90,000, കാജൽ 90,000. അതിൻ്റെ താഴെ കറൻറ്റ് അക്കൗണ്ട്, അനൂപയുടെ കറൻറ്റ് അക്കൗണ്ടിലുള്ള ബാലൻസ് എഴുതും, കാജലിൻ്റെ കറൻറ്റ് അക്കൗണ്ടിലുള്ള ബാലൻസ് എഴുതും. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ആകുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ലയബിലിറ്റി സൈഡിൽ 2 അക്കൗണ്ട് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ട്, കറൻറ്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 മെത്തേഡ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ഒരു അക്കൗണ്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസും അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഒരു അക്കൗണ്ടിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ക്യാപിറ്റലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. അതനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരൈറ്റം മാത്രമേ എഴുതുന്നുള്ളൂ, ഓപ്പണിംഗ് ക്യാപിറ്റൽ. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കറൻറ്റ് അക്കൗണ്ടിൽ എഴുതുന്നു. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കറൻറ്റ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ 2 അക്കൗണ്ടാണ് ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ടത്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, ഒന്ന് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം നന്നായി ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക.